ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മൊത്തം കാടും മല കുന്ന് പച്ചപ്പ് ഹരിതാപ ഇതൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും ഇവിടുത്തെ കാഴ്ച. പൂവൊക്കെ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് എന്നാൽ പിന്നെ ഈ പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് തന്നെ രാവിലെ പല്ല് തേക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി ആ മലയൊക്കെ ഒന്ന് നോക്കി. എല്ലാ ദിവസവും എണീറ്റിട്ട് എനിക്ക് ആ മല വന്ന് കുറച്ച് നേരം നോക്കി നിന്നില്ലെങ്കിൽ ഒരു എന്തോ ഒരു വൈക്ലഭ്യം പോലെയാണ്. പിന്നെ അതൊന്ന് കുറേ നേരം നോക്കി നിന്ന് പിന്നെ ആ മല നോക്കി തന്നെ വീണ്ടും നിന്ന് പല്ല് തേക്കും. എന്നും ഇത് തന്നെ പതിവ്. എന്നിട്ട് നേരെ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരുങ്ങണമല്ലോ. വീട്ടിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ. അങ്ങനെ നേരെ വന്ന് കണ്ണെഴുതി പൊട്ട് തൊട്ട് മുടി വെട്ടി ഇത് തന്നെയാണ് രാവിലത്തെ ഒരുക്കം. ഈ ഒരുങ്ങിക്കെട്ടി എന്തിനാണ് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടും പോകാനല്ല, നേരെ അടുക്കളയിലോട്ട് പോകാനാണ്. അടുക്കളയിൽ പോയിരുന്നതാ നേരെ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ചൂടുവെള്ളം കുടിക്കുക, രാവിലത്തെ കാപ്പി പരിപാടികളൊക്കെ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് പതിവ് പരിപാടികൾ. അപ്പോൾ എല്ലാവരും രാവിലെ എണീറ്റ് ഉടനെ ചൂടുവെള്ളം കുടിക്കണം. വെള്ളം കുടിച്ച് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യണം? ചായ എടുത്ത് കൊടുക്കുന്ന പരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. അപ്പോൾ അങ്ങനെ ഇതാ ഗ്ലാസ് എടുത്ത് നേരെ ഇച്ചായനുള്ള ചായ എടുക്കുന്ന പരിപാടികളാണ്. പിന്നെ ബെഡ് കോഫി കുടിക്കുന്ന ശീലം ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ? എനിക്കില്ല കേട്ടോ. എനിക്കത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കാപ്പി കുടിക്കുന്ന സമയത്ത് ഈ ചായയൊക്കെ കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നേരെ ഈ ചായയും കൊണ്ട് നേരെ ഇച്ചായൻ്റെ അടുത്തേക്ക് ചെല്ലുക, ഇച്ചായനെ വിളിച്ചെണീപ്പിക്കുക. അതൊക്കെ തന്നെയാണ് രാവിലത്തെ ഇവിടുത്തെ ഓരോരോ കലാപരിപാടികൾ. അങ്ങനെ ഇച്ചായനെ എണീറ്റു. പിന്നെ ഇന്നിവിടെ കാപ്പിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചക്ക വേവിച്ചായിരുന്നു. പിന്നെ ചക്കയുള്ള ദിവസം ഞങ്ങൾക്ക് അങ്ങനെ കാപ്പിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെയും ചക്ക തന്നെ കഴിക്കും. ചക്കയും ചോറും അതൊരു ഒരു വികാരമാണല്ലോ. പിന്നെ അതിനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുക്കറിൽ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കഞ്ഞി നേരെ കലത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കലം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇവിടെ കുക്കറിലാണ് മെയിനായിട്ടും. അതാണ് എനിക്ക് എളുപ്പമുള്ള പരിപാടിയാണല്ലോ നമ്മളെപ്പോഴും നോക്കുന്നത്. അപ്പോൾ എന്തിനാണ് എൻ്റെ മുഖത്ത് ഗൗരവഭാവം എന്ന് എനിക്കറിയില്ല. എന്ത് ജോലി ചെയ്യുമ്പോൾ ഈ മുഖത്ത് ഗൗരവഭാവം വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഈ ചിരിച്ചുകൊണ്ടൊക്കെ നിന്നൊക്കെ പണിയെടുക്കണമെന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ഇന്നേ വരെ എനിക്ക് നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഈ ഗൗരവഭാവത്തോട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, ഈ ചായൻ രാവിലെ എണീറ്റ് നേരെ മുറ്റത്തേക്ക് വന്ന് പല്ല് തേക്കാൻ പോകുന്ന പാവ്. ഈ ചായൻ്റെ പിറകെ പോയി എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് നിന്നില്ലെങ്കിൽ എനിക്ക് യാതൊരു സമാധാനവും ഉണ്ടാവില്ല. ആ പോകുന്ന പോക്കാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചൊറിഞ്ഞ് നിൽക്കണം. അത് ഒരു സംഭവമാണല്ലോ. ചായൻ എങ്ങോട്ട് പോയാലും അതിൻ്റെ പിറകെ പോകും. എന്നിട്ട് അവിടെ കിടന്ന് ചൊറിയും. എന്നിട്ട് ചായൻ എന്തെങ്കിലുമൊക്കെ പറയും. അത് കേട്ടുകൊണ്ട് തിരിച്ച് വന്നിക്കും വീണ്ടും ചൊറിയും. ഇത് തന്നെയാണ് അവസ്ഥ. ചായനെ വിളിച്ചൊരു ഹായൊക്കെ പറയിച്ചിട്ട് ചായ എന്താ അവിടെ നിന്ന് പല്ലേക്കുന്നുണ്ട്. നേരെ പിന്നെ കാപ്പി കുടിക്കുന്ന പരിപാടിയിലേക്ക് പോയി. ചക്കയും ചോറും അന്തസ്. ചക്കയും ചോറും കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇന്നത്തെ അജണ്ട രാവിലത്തെ. അപ്പോൾ ചക്കയും ചോറും ഒക്കെ കഴിച്ച് രാവിലെ അങ്ങനെ പോകും കേട്ടോ. ഇച്ചായനെ വിളിച്ചിട്ട് ക്യാമറയിൽ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ക്യാമറയിൽ നോക്കി കൊഞ്ഞണം കുത്തുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുണി അലക്കാനിടുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ടാണ് തുണിയൊക്കെ അലക്കുന്നത്. 2 ദിവസമായിട്ട് ഇവിടെ വെയിലുണ്ട്. പക്ഷേ എന്നാലും ഒരു ചെറിയ ചാറ്റൽ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. പിന്നെ തുണിയൊക്കെ അലക്കാനിട്ടിട്ട് ഈ കാട്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നത് എന്തെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, അപ്പുറ വീട്ടിലേക്ക് പോകുന്നതാണ്. എന്തിനാണ് പോകുന്നത്? ഇവിടെ പച്ചക്കറി നടാനായിട്ടുള്ള വളം ഇടിക്കാനായിട്ട് പോകുന്നതാണ്. ഈ കാടും മലയൊക്കെ താണ്ടി ഞങ്ങൾ അപ്പുറ പറമ്പിലേക്ക്, കാടും മലയൊന്നും അല്ല കേട്ടോ, അപ്പുറ പറമ്പിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പിന്നെ അപ്പുറ വീട്ടിലേക്ക് എത്തി. അവിടെ ചെന്ന് അവിടെ മെയിനായിട്ടൊരു സാധനമുണ്ട്, റംബുട്ടാൻ പറിക്കണം എന്നൊരു മോഹമായിട്ടൊക്കെയാണ് പോകുന്നത്. അന്നേരത്തേന് അതുവഴി അവിടുത്തെ പൂച്ചയൊക്കെ കൂടി പോകുന്നുണ്ട്. എന്നാൽ പിന്നെ റംബുട്ടാൻ പറിക്കാമെന്ന് വെച്ചപ്പോൾ റംബുട്ടാൻ എന്നെ ചതിച്ചു. റംബുട്ടാനകത്ത് ഒരു സാധനവും ഇല്ല, മൊത്തം കേടായിപ്പോയി കേട്ടോ. റംബുട്ടാൻ കൊള്ളത്തില്ലായിരുന്നു. ഇവിടെ വേറൊരു അതിഥികളുണ്ട്. ഒരതിഥിയല്ല, 3 അതിഥികളുണ്ട്. അവന്മാരവിടെ എന്തോ വലിയ കളിയിലാണ്. അമ്മപ്പൂച്ചേനെ കണ്ടപ്പോൾ ഉള്ളവരുടെ സന്തോഷമാണ് കാണിക്കുന്നത്. അവർ അവിടെ വളരെ സന്തോഷത്തിൽ അവിടെ നിൽക്കുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു വന്നപ്പോൾ തുണിയൊക്കെ അലക്കി കഴിഞ്ഞായിരുന്നു. പിന്നെ നല്ല വെയിൽ പോകുന്നതിന് മുന്നേ തന്നെ അതെല്ലാം കൂടെ വിരിച്ചിടുന്നത് തത്രപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് നേരെ പോയി ചോറ് കഴിച്ച് കിടന്നുറങ്ങി. ബാക്കിയുള്ള വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി.
അതാണ് മെയിനായിട്ട് സംഭവിച്ചത്. അത് കാരണം കൊണ്ട് പകുതി വരെ ഉച്ച വരെയുള്ള വീഡിയോ ആയി എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ അപ്പുറം പോയി എടുത്തുകൊണ്ട് വന്ന സാധനമാണ് ആ ചാക്കിൽ അവിടെ ഇരിക്കുന്നത്. ഇനി അത് വെച്ചിട്ട് വേണം അമ്മയ്ക്ക് ചീര നടാൻ. അപ്പോൾ അതെടുക്കാനാണ് പോയത് അവിടെ. പിന്നെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.